പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് സർവീസ് ഫീസ് ഏർപ്പെടുത്താനുള്ള ഇറാന്റെ നിർദ്ദേശത്തിന് ഒമാൻ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും സുരക്ഷയും സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ നടന്ന ആദ്യ ഔദ്യോഗിക കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ഈ സുപ്രധാന നീക്കം പുറത്തു വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ഉപരോധ നയങ്ങൾക്കും പശ്ചിമേഷ്യൻ അജണ്ടകൾക്കും വലിയൊരു തിരിച്ചടിയായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഒമാന്റെ ഈ അപ്രതീക്ഷിത നിലപാടിനെ വിലയിരുത്തുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുമാണ് ഇറാൻ പുതിയ ഫീസ് ഘടന മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശത്തെ പൂർണ്ണമായി പിന്തുണച്ച ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി ഈ ചാർജുകൾ വഴി ലഭിക്കുന്ന വരുമാനം കടലിടുക്കിലെ നാവിക സുരക്ഷ ഉറപ്പാക്കാനും മലിനീകരണ നിയന്ത്രണത്തിനും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കും മാത്രമായാണ് ഉപയോഗിക്കുകയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചു മാത്രമേ ഈ ഫീസ് ഈടാക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും കപ്പലുകളിൽ നിന്ന് ട്രാൻസിറ്റ് ടോളുകൾ ഈടാക്കാനുള്ള ചില കടുത്ത നിർദ്ദേശങ്ങളെ ഒമാൻ ശക്തമായി എതിർത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും കടൽ നിയമങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷന്റെയും ലംഘനമാകുന്ന യാതൊരു നടപടിയും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്ന് മസ്കറ്റ് വ്യക്തമാക്കി. കപ്പലുകളുടെ സ്വതന്ത്രമായ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ടോളുകൾ അനുവദിക്കില്ലെന്ന ഒമാന്റെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ തന്ത്രപ്രധാനമായ മലാക്ക കടലിടുക്കൽ നിലവിലുള്ള സുരക്ഷാ സർവീസ് ഫീസ് സംവിധാനത്തെ മാതൃകയാക്കിയാണ് ഹോർമുസ് കടലിടുക്കലും പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. മലാക്ക കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പണം നൽകാറുണ്ട്. ഇതേ മാതൃക പശ്ചിമേഷ്യയിലും നടപ്പിലാക്കുന്നതിലൂടെ നിയമപരമായ സാധുത നേടാനാകുമെന്നാണ് ഇറാനും ഒമാനും കണക്ക് കൂട്ടുന്നത്. ഈ പുതിയ അന്താരാഷ്ട്ര നീക്കം അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടത്തിന് വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഒമാൻ അമേരിക്കയുടെ ഏറ്റവും അടുത്തതും വിശ്വസ്തവുമായ സഖ്യകക്ഷിയായാണ് പശ്ചിമേഷ്യയിൽ അറിയപ്പെടുന്നത്. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനും ഹോർമുസ് കടലിടുക്കൽ അമേരിക്കൻ മേധാവിത്വം നിലനിർത്താനുമുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് സ്വന്തം സഖ്യകക്ഷി തന്നെ ഇറാന്റെ തന്ത്രങ്ങളെ പിന്തുണയ്ക്കുന്നത് വലിയൊരു ആഘാതമായി മാറിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയിൽ ഇറാന്റെ പങ്കിനെ ഒമാൻ പരസ്യമായി അംഗീകരിച്ചിരിക്കുകയാണ്. മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന നിലയിൽ ഇറാന്റെ സഹകരണമില്ലാതെ കടലിടുക്കിലെ സുരക്ഷ സാധ്യമല്ലെന്ന യാഥാർത്ഥ്യമാണ് ഒമാൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇത് ഇറാനെതിരെയുള്ള അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ പ്രസക്തി കുറയ്ക്കുന്ന ഒന്നാണ്. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ നിലവിലുള്ള തർക്കങ്ങൾക്കിടയിലും വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പ്രാഥമിക ധാരണയിൽ എത്തിയിട്ടുണ്ടെന്ന സൂചനകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഒമാന്റെ ഈ പ്രസ്താവന. ഹോർമുസ് ചാനലിലൂടെയുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെടാതിരിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ പരോക്ഷമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആഗോള എണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്ക് ഒരു ജീവരേഖയാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 20% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈടാക്കുന്ന സർവീസ് ഫീസ് ആഗോള ഇന്ധന വിലയെയും കപ്പൽ ഗതാഗത ചെലവുകളെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് വൻകിട കമ്പനികൾ. ഈ അന്താരാഷ്ട്ര തീരുമാനത്തിലൂടെ പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകളിൽ തങ്ങൾക്കുള്ള മധ്യസ്ഥ പങ്ക് ഒമാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇറാനുമായും അമേരിക്കയുമായും ഒരേ സമയം നല്ല ബന്ധം പുലർത്തുന്ന ഒമാൻ ഇരുപക്ഷത്തെയും ഒത്തുതീർപ്പുകളിലേക്ക് നയിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം വലയുന്ന ഇറാന് ഒമാന്റെ ഈ പിന്തുണ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു രാഷ്ട്രീയ വിജയമാണ്. തങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ലെന്നും മേഖലയിലെ സുപ്രധാന രാജ്യങ്ങൾ തങ്ങൾക്കൊപ്പം ഉണ്ടെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇറാന് ഇതിലൂടെ സാധിച്ചു. എങ്കിലും അന്താരാഷ്ട്ര കപ്പൽ വ്യൂഹങ്ങളും യൂറോപ്യൻ യൂണിയനും ഈ പുതിയ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. സർവീസ് ഫീസ് എന്ന പേരിൽ ഇറാൻ കപ്പലുകളെ അനാവശ്യമായി തടയുമോ എന്ന ആശങ്ക ഇവർക്കുണ്ട്. നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുമെന്ന് ഉറപ്പാക്കാൻ ഒമാൻ മധ്യസ്ഥനായി നിൽക്കുന്നത് ഈ ആശങ്ക ഒരു പരിധിവരെ കുറയ്ക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ ഭരണം ഭാവിയിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഇറാനും ഒമാനും തമ്മിൽ കൃത്യമായ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. കടലിന്റെ പകുതി ഭാഗം ഒമാന്റെയും പകുതി ഇറാന്റെയും അതിർത്തിയിലാണ് വരുന്നത്. ട്രംപിന്റെ പശ്ചിമേഷ്യൻ അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനെ പൂർണ്ണമായി ഒതുക്കുക എന്നതായിരുന്നു.
എന്നാൽ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ ആജ്ഞകൾക്ക് വഴങ്ങാൻ തയ്യാറല്ലെന്ന സന്ദേശമാണ് ഒമാന്റെ നിലപാടിലൂടെ വ്യക്തമാകുന്നത്. ഈ പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതോടെ ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകളുടെ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കും. മലിനീകരണ നിയന്ത്രണത്തിനായുള്ള അത്യാധുനിക സംവിധാനങ്ങളും അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാനുള്ള സുരക്ഷാ ബോട്ടുകളും ഇറാനും ഒമാനും സംയുക്തമായി ഇവിടെ വിന്യസിക്കാം. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം എന്തായിരിക്കുമെന്നാണ് നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്നത്. ഒമാനെ പിന്തിരിപ്പിക്കാൻ വാഷിംഗ്ടൺ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഒമാൻ വ്യക്തമാക്കിയ സ്ഥിതിക്ക് അമേരിക്കയ്ക്ക് കടുത്ത നടപടികളിലേക്ക് കടക്കാനും പരിമിതികളുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഈ പുതിയ മാറ്റങ്ങൾ പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. അമേരിക്കൻ ഏകപക്ഷീയതയ്ക്ക് വിള്ളലേറ്റതായും പ്രാദേശിക കൂട്ടായ്മകൾ ശക്തിപ്പെടുന്നതായും ഇത് കാണിക്കുന്നു. ഇറാന്റെ നയതന്ത്ര വിജയവും ഒമാന്റെ തന്ത്രപരമായ നീക്കങ്ങളും ഗൾഫ് മേഖലയിലെ നാവിക സുരക്ഷയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്.